അമ്മയ്ക്കുള്ളത് പോലെ തന്നെ ഉത്തരവാദിത്തം ഞങ്ങൾ മക്കൾക്കുമില്ലേ? അമ്മ തൽക്കാലം വീട്ടിലേക്ക് പൊയ്ക്കേ. ഇവിടെ ഒരാൾക്കേ നിൽക്കാൻ പെർമിഷൻ ഉള്ളൂ. ഇവളെ പറഞ്ഞു വിട്ടിട്ട് നീ നിന്നോ. ഇവളെ ഇനി നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമില്ലായിരിക്കും, പക്ഷെ അച്ഛൻ ദേവിക ഇവിടെ വേണം. എന്തിനാ അക്കാര്യം പറഞ്ഞ അമ്മ എന്നെ എന്നോട് തർക്കിക്കണ്ട. ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞ കാര്യമാ. ദേവിക പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല. അമ്മേ പ്ലീസ്, നമ്മൾ ഇങ്ങനെ ഇവിടെ ഒന്ന് തർക്കിക്കുന്ന ആരെങ്കിലും കണ്ട വലിയ നാണക്കേടാ. ഓ, അപ്പൊ ഞാനാണ് ഇവിടെ എല്ലാവർക്കും പ്രശ്നമല്ലേ? സിദ്ധുവിനും അങ്ങനെ തോന്നുന്നുണ്ടോ? കാണും, മനസ്സിലായി. ഞാനിപ്പോ പോവാ, പക്ഷേ അതൊരു തോൽവിയായിട്ട് ആരും കണക്കാക്കണ്ട. പ്രഭയെ ഒതുക്കാൻ നീയൊന്നും ആയിട്ടില്ല. കാണിച്ചു തരാൻ ഞാൻ. ക്ഷമിക്കുന്നു അച്ഛ. ഇങ്ങനെ കിടക്കുമ്പോഴും അച്ഛൻ ഒരുപാട് സഹിക്കേണ്ടി വരുന്നുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണം. ചേച്ചി, നല്ല കടുപ്പത്തിലുള്ള ചായ. സാധനങ്ങൾക്കൊക്കെ എന്ത് വിലയാ? ഇനി ഒരു മാസത്തേക്കൊന്നും വാങ്ങിക്കണ്ടല്ലോ, എല്ലാം വാങ്ങിച്ചില്ലേ? പിന്നെ ഒരു മാസം തൽക്കാലം ഇതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നിനക്ക് ജോലിയൊക്കെ ആയിട്ട് ശമ്പളം കിട്ടുന്ന കാശ് കൊണ്ട് ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ വാങ്ങി വെക്കാം. അമ്മേ, ഒരു ഷോള് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് മറന്നു. ആ കടയിൽ കാണുമായിരിക്കും, നമുക്ക് പോയി വാങ്ങിച്ചിട്ട് വരാം. നീ പോയി വാങ്ങിട്ട് വാ. അമ്മ വാ, സമയം കളയാതെ പോയി വാങ്ങിട്ട് വാ. അമ്മ കൂടെ വാ. പോയിട്ട് വാ. കാശ് മുരളി ചെയ്തേ. ചേട്ടാ, ഏത് മുരളി? ആ ഓട്ടോക്കാരൻ, നല്ല പൊക്കമുള്ള താടിയൊക്കെ ഉള്ള. ആ, ഓട്ടോ ഓടിക്കുന്ന മുരളിയല്ലേ, എനിക്കറിയാം. മനസ്സിലായി അല്ലേ? നീ സതീശനല്ലേ? മണിയപ്പൻ. ആ മണിയപ്പൻ, മണിയപ്പൻ. അത് പിന്നെ മണിയപ്പൻ. മുരളിയുടെ അമ്മ ഭാർഗവിയെ പാമ്പ് പിടിച്ചു. അയ്യോ, കുറച്ച് സീരിയസാ. ഇവിടുന്ന് ഒരു 500 രൂപ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വന്നിട്ട് തിരിച്ചു തരും. ഓ, ഇങ്ങനെയും പൊട്ടന്മാരുണ്ടോ? ആ ശരി. ഈ കാശ് ഞാൻ മുറിച്ച് വരുമ്പോ വാങ്ങിച്ചോളാം. ഒരു സ്ട്രോങ് ചായ എടുത്താ. ഭയങ്കര പരവേശം. ആ എടുക്ക് എടുക്ക്. രാധികേ, ആ ചേട്ടാ, മുരളിയുടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആ കുറച്ച് സീരിയസാ, പേടിക്കൊന്നും വേണ്ട. പോയോ? മോളെ വാ ഇങ്ങോട്ട്, വേഗം വാ. എന്താ അമ്മേ? ഇനി ഇങ്ങോട്ട് വരാൻ. അച്ഛൻ അവിടെ ഉണ്ട്. എവിടെ?
ചേട്ടാ ഇപ്പൊ ഇവിടെ നിന്നാണല്ലോ. ആ, ഇവിടെ ഇപ്പൊ കണ്ടതല്ലേ. അതെ, ഇവിടെ രാധിക വന്നായിരുന്നോ? ഏത് രാധിക? ഒരു അമ്മയും മോളും. ഇവിടെ എങ്ങും ആരും വന്നില്ല. നിങ്ങൾ ഇറങ്ങിപ്പോയിക്കേ. അല്ല, കുറച്ചു മുമ്പ് ഇവിടെ വന്നായിരുന്നു. നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞേ? ഞാൻ കണ്ടതല്ലേ. അത് അവള് തന്നെയാ, ഒരു സംശയമില്ല. അപ്പൊ അവരിവിടെ ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ട്. ആ, ഞാൻ കണ്ടുപിടിച്ചോളാം. ആ, ഭാർഗവീനെ പാമ്പ് കടിച്ച കാശ് പോയി വിഷം ഇറക്കിയിട്ട് വരാം. കുഞ്ഞെ, ഇപ്പൊ എങ്ങനെയുണ്ട്? സാറിന് അവിടുത്തെ രീതികളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടക്കുറവൊന്നും കാണിച്ചില്ല. ആർക്കും ഇഷ്ടമാവും. അവിടുത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാ. ഡോക്ടർ എന്ത് പറഞ്ഞു? സാറ് വൈകാതെ എഴുന്നേറ്റ് നടക്കുവോ? ട്രീറ്റ്മെന്റ് തുടങ്ങിയതല്ലേ ഉള്ളൂ. അവർക്കൊക്കെ വലിയ ആത്മവിശ്വാസം. ആംബുലൻസിൽ കിടന്നു വന്ന ആൾ തിരിച്ച് കാറിൽ തനിയെ കയറിയിരുന്ന് പോകുന്ന മട്ട. ഭഗവാനെ, പറഞ്ഞതുപോലെ ഒന്ന് കാണാൻ എത്ര നാളായി കാത്തിരിക്കണു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അവളെങ്ങനെയുണ്ട്? വരണ്ടാന്ന് പറഞ്ഞിട്ടും വലിഞ്ഞേറി വന്നല്ലോ. ഏയ്, അവള് നമുക്കൊരു വിഷയമല്ലല്ലോ ഭാർഗവി. അടങ്ങി ഒതുങ്ങി പറഞ്ഞതുപോലൊക്കെ നിൽക്കുന്നുണ്ട്. ഓ, സിദ്ധുവിന്റെ കാര്യങ്ങളൊക്കെ അവൾ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓ, അവളുടെ ശല്യം ഒഴിഞ്ഞു പോയപ്പോ വേറൊരു മരണം വന്നു കയറി. കുഞ്ഞ്, എന്താ? അവളുടെ അച്ഛനില്ലേ, ആ കുടിയൻ, അയാൾ ഇന്നലെ വീട്ടിൽ വന്നതാ. എന്ത് ചെയ്തിട്ട് ഒഴിഞ്ഞു പോണില്ല. അതെന്തിനാ അയാൾ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്? ഭാര്യയും കൊച്ചും താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അയാൾക്ക് അറിയാൻ പാടില്ല. അലഞ്ഞു തിരിഞ്ഞ് വഴി കിടന്നുറങ്ങി തെണ്ടി തിരിഞ്ഞ് പരവേശപ്പെട്ടാ വന്ന് കയറിയത്. ഭാര്യയും മക്കളും കൈയൊഴിഞ്ഞു എന്നും പറഞ്ഞ് അങ്ങോട്ട് വന്ന് താമസിക്കുന്ന എന്തിനാ? അവര് താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയാനാ വന്നത്. അറിഞ്ഞാ പൊക്കോളാന്നും പറഞ്ഞു. വീട് പറഞ്ഞു കൊടുക്കരുതെന്നാ നന്ദമ്മ പറയണത്. പറയാതെ പോയില്ലെന്ന് അയാളും. ഒരു നാണോമാനം ഇല്ലാത്ത ജാതിയാ. 3 നേരം മൂക്കുമുട്ടി തിന്ന് ബീഡി മേടിച്ച് കുത്തിരിപ്പാ പണി. പൊറുതി മുട്ടിന്ന് പറഞ്ഞ മതിയിലോ കുഞ്ഞ്. നന്ദമോനോട് ചോദിച്ച് ആ വാടക വീട് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരണം. ഇങ്ങനൊരു ശല്യം അവിടെ ഇരിക്കുമ്പോ ബാക്കിയുള്ളൊരു സമാനത്തോടെ എങ്ങനെ ഉറങ്ങാനാ? ഇനി എന്തൊക്കെ പറഞ്ഞാലും ഭക്ഷണം കൊടുക്കരുത്. കൊടുക്കൂല. ദാഹിച്ച പച്ച വെള്ളം പോലും കൊടുക്കണ്ട. 2 ദിവസം അങ്ങനെ അങ്ങ് പോട്ടെ. അയാള് തനിയെ സ്ഥലം വിട്ടോളും. ശരി, അങ്ങനെ തന്നെ ചെയ്യാം. എന്നിട്ടും പോവാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ശരി. ഭാർഗവി, ആ കാറിന്ന് ബാഗും നിർത്തേക്ക്. അയാൾ എന്തി? ഓ, ആ വന്നു കയറിയ മാറൻ എന്തിയെന്ന്? ഞാൻ കണ്ടില്ല. അയാൾ പോയോ? പോയി കാണും. ഇവിടെ ഇല്ല. അപ്പോ ഇല്ലെന്നല്ലേ പറഞ്ഞത്? പോയി. ഇപ്പൊ ഓടിപ്പോന്ന എന്തിനാ? ഇതറിയാനാ? അതെ. ഓ, എന്തൊരു ഉഷ്ണം. ഇനിയിപ്പോ എന്തായാലും ഒന്ന് കുളിച്ചിട്ട് പോകാം. എന്റെ ചേച്ചി, കഷ്ടിച്ച ഞങ്ങളെ രക്ഷപ്പെട്ടെ. ഈ ഭാഗത്തൊക്കെ നല്ല തെരച്ചിൽ നടത്തുന്നുണ്ട്. മുരളിയേട്ടന്റെ വീട്ടില് വലിയ ശല്യമായിരിക്കും. ഈ വീട് കാട്ടിക്കൊടുക്കാൻ പറഞ്ഞ് ബഹളമായിരിക്കും അല്ലേ? മുരളിയേട്ടന് അവസാനം ക്ഷമയോട്ട് പറഞ്ഞു കൊടുക്കോ? ഏയ്,
അത്ര പെട്ടെന്നൊന്നും മുരളീട്ടൻ അങ്ങനെ ചെയ്യില്ല. ഒരു പരിധി വിട്ടാ ചിലപ്പോ ഇതുപോലൊരു ശല്യത്തിനെ സഹിക്കേണ്ട കാര്യം അവർക്കുണ്ടോ? അച്ഛൻ അധികം ദിവസം ഒന്നും അവിടെ നിൽക്കാനുള്ള വഴിയില്ല. മുരളീട്ടന്റെ അമ്മ അവിടുന്ന് ഓടിച്ചു വിട്ടോളും. ആ അത് നേരാ. ഭാർഗവിയന്റിക്ക് പറ്റിയില്ലെങ്കിൽ നേരെ വന്ന് പ്രഭേന്റോട് പറയും. പ്രഭേന്റെ പിന്നെ ഒന്നും നോക്കില്ല, പോലീസിനെ വിളിച്ചു പറയും. അവര് വന്ന് പൊക്കിക്കൊണ്ട് പൊക്കോളും. അവിടുന്ന് വിട്ടാ പിന്നെ നമുക്ക് ഭീഷണി. ഏതു നേരത്തും ഇവിടേക്ക് വന്ന് കയറും. എങ്ങനെ വന്നാലും തൽക്കാലം വീട്ടിൽ കയറ്റണ്ട. അത്രയ്ക്ക് അനുഭവിച്ചല്ലേ. പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതുകൊണ്ടൊന്നും അച്ഛൻ പഠിക്കില്ല. നന്ദു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഇങ്ങോട്ട് വന്നാ കയറ്റുന്ന പ്രശ്നമില്ല. ശരി, അമ്മ എന്ത് ചെയ്യാ? ആ ഇവിടെ ഉണ്ട്, അടുക്കളയിലാ. എന്താ നിന്റെ പരിപാടി? പഠിക്കുന്നുണ്ടോ? ആ പഠിക്കുന്നുണ്ട്. നന്ദേട്ടൻ ബുക്സ് ഒക്കെ കൊണ്ടുവന്ന് തന്നു. ഉടനെ ജോലിക്ക് പോണം. പോകുമ്പോ വേണ്ടിവരുമെന്ന് പറഞ്ഞു കുറച്ച് ഡ്രസ്സും വാങ്ങി തന്നു. അതൊക്കെ വാങ്ങി വെച്ചാ പോരാ, നന്നായിട്ട് പഠിക്കണം. നല്ലൊരു ജോലി കിട്ടിയിട്ട് ഒരു ജീവിതത്തിലേക്ക് കാല് വെക്കാൻ പാടുള്ളൂ. ആ പിന്നെ ജോലിക്ക് പോകുന്നതും വരുന്നതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചു വേണം. അച്ഛന്റെ കണ്ണിപ്പെട്ടാ അറിയാലോ. ആ എനിക്ക് പേടിയുണ്ട് ചേച്ചി, ഞാൻ സൂക്ഷിച്ചോളാം. എന്നാ വെച്ചോ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരി ചേച്ചി. അയ്യോ, ഇതെന്തായി കാണിക്കുന്ന? അതൊന്നും സാരമില്ല, ഇത് എന്റെയും കൂടി വീടല്ലേ. അയ്യോ, അമ്മ കണ്ട വഴക്ക് പറയും. ഇങ്ങ താങ്കളെ ഇതെന്റെ ദേവിമോള് തന്നെ. ഒരു ജോലി ചെയ്യാനും സമ്മതിക്കില്ല. അതെ, അത്താഴത്തിന് ചപ്പാത്തിക്ക് മുട്ടക്കറിയെങ്കിലും വേണം. അങ്കിൾ അങ്ങനെ ശീലിച്ചു പോയി. ഇവിടെ മുട്ടക്കറിയൊന്നും ഇല്ലെങ്കിലേ മുരളിനെ വിളിച്ചു പറ, അവൻ വാങ്ങിച്ചോണ്ട് വരും. അല്ലെ, കാശ് തന്നാ മതി, ഞാൻ മേടിച്ചോണ്ട് വരാം. എന്റെ കാശൊന്നുമില്ല എന്ന് പറഞ്ഞാ എങ്ങനെയാ മോളെ? എന്തെങ്കിലും കഴിക്കണ്ടേ? അല്ല മോളെ, ഇവിടെ കോഴിയൊന്നുമില്ലേ? ഇല്ല. അയ്യോ, പഞ്ചായത്തിൽ പറഞ്ഞാ മതി, കോഴിയും കിട്ടും, കോഴി കൂടും കിട്ടും, ഫ്രീയാ. അല്ല, അങ്കിള് പോകുന്നില്ലേ? എങ്ങോട്ട് പോകാനാ മോളെ? ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാനാ എന്റെ വിധി. വിധി നമുക്ക് തടുക്കാൻ പറ്റുമോ? അമ്മ ഇടയ്ക്ക് വന്നപ്പോ അങ്കിള് പോയെന്നാ ഞാൻ പറഞ്ഞു. അയ്യോ, എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതല്ലേ. അങ്കിൾ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ഇവിടെ സ്ഥിര താമസാക്കാൻ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ അമ്മ ഇങ്ങോട്ട് വന്ന വഴക്കും ബഹളാവും. ഓ, അതാ മോന്ത അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ആള് വെറും പാവ. മോളതൊന്നും കാര്യാക്കണ്ട. കുറച്ച് കഴിയുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളൂ. അമ്മ, അത് സാരമില്ല. ആ മോന്ത അങ്ങനെ ഇരിക്കുന്നല്ലേ ഉള്ളൂ. എസ്കേപ്പ് മാധവാ. പൂക്കളേ. നീയല്ലേ പറഞ്ഞത് ഇയാള് പോയെന്ന്? ഇവിടെ കാണാതിരുന്നപ്പോ പോയെന്നാ കരുതി. ഇയാളെ ഞാൻ. എടാ കളവാ, താനിത് എന്തിനുള്ള പുറപ്പാടാ? രാധിയെ തിരക്കാൻ വേണ്ടിയാ ഞാനൊന്ന് പുറത്തേക്ക് പോയത്. രാധികയോ രാമനെയോ ആരെങ്കിലും തിരക്കി പോവോ? എന്താന്ന് വെച്ചാ ചെയ്യേ. താൻ ഇങ്ങോട്ട് എന്തിനാ കെട്ടിയിരുന്നാ ചോദിച്ചേ? രാധികയെ കണ്ടില്ല. ഓ, ഇതാ കളവാ, അങ്ങോട്ട് ചെന്ന് നോക്കിയ ഉടനെ അവരെ കാണില്ല. ദിവസം മുഴുവൻ അലയണം. നിങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടേ വല്ല കാശിയിലോ രാമേശ്വരത്തോ എവിടെയെങ്കിലും പോയി കാണും. അവിടെ പോയി തിരക്കണം. അതിന് എന്റെ കയ്യിൽ കാശില്ല. വേണം, പോണ വഴിക്ക് തെണ്ടണം. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാം ഉദ്ദേശിച്ച രീതിയിൽ നടക്കും. ഉദ്ദേശിച്ചിടത്ത് എത്തുകയും ചെയ്യും. പിന്നെയുള്ള കാലേ രാമനാമൊക്കെ ജപിച്ച് അവിടെ കൂടുകയും ചെയ്യാം. പുണ്യം കിട്ടും. എനിക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഓ, പോകുന്ന വഴിക്ക് പ്രായം ആയിക്കോളും. എന്നാ ഇറങ്ങല്ലേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഓ, ഇയാളെ ഞാൻ. അമ്മേ, എന്താടി? അങ്കിളിന് ചപ്പാത്തിയുടെ കൂടെ മുട്ടക്കറി വേണമെന്ന് പറയുന്ന. ഇവിടെ മുട്ടയില്ല. എന്നാലേ ഇയാളോട് പറ, മാറിയിരുന്ന് കുറെ മുട്ടയിടാൻ. തന്റെ ഉടായ്പൊന്നും ഇനി ഇവിടെ നടക്കില്ല. ദാഹിച്ചു വന്നാലും ഒരു തുള്ളി പച്ചവെള്ളം കൊടുക്കരുതെന്നാ പ്രഭകുഞ്ഞ് പറഞ്ഞിരിക്കുന്നത്. പട്ടിണി കിടന്ന് വലയുമ്പോഴേ താനെ ഇറങ്ങി പൊയ്ക്കോളൂന്ന്. പൊടിയാത്ത് അവളുടെ ഒരു വെള്ളം പൊടിയാത്ത്. ഓ, ആടിങ്ങോട്ട്. അമ്മേ, കൈ വിട്. ഒന്ന് നിന്നേ. എന്താ?
എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഈ പ്രാങ്കുഞ്ഞാരാ? പ്രാവും കുഞ്ഞല്ല, പ്രഭക്കുഞ്ഞ്. തന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഞാനാ, പക്ഷേ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത് പ്രഭക്കുഞ്ഞ. പ്രഭക്കുഞ്ഞ് പറയുന്നതിനപ്പുറം ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ആ. എങ്കിൽ എല്ലാവരും വിവരറിയും. താനെന്താ ഭീഷണിപ്പെടുത്താണോ? ആണെന്ന് കൂട്ടിക്കോ. ഒരു പ്രാങ്കുഞ്ഞ് വന്നിരിക്കുന്നു. കാണിച്ചു തരാം ഞാൻ. താൻ എന്ത് കളിക്കുന്നുണ്ടോ? അത് ഞാൻ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരൊന്നൊന്നര വരവായിരിക്കും. എങ്കിലേ തന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഓ, ഓടിക്കും. കാണാം. ഒരു പ്രാങ്കുഞ്ഞും ഒരു മുതലേ കളിക്കണത് കുടിയൻ. ഞാൻ പോയിട്ട് തിരിച്ചു വരും, കാണിച്ചു തരാം. താനിങ്ങോട്ട് വാണോ? ആ വരും. ഒരു ചന്ദ്രത്തെ പ്രാങ്കുഞ്ഞ്. അമ്മ എന്തിനാ അങ്കിളിനെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തിയത്? ഏതോണ്ടൊക്കെയോ കണക്ക് കൂട്ടി അങ്കിള് പോയത്. എന്തൊക്കെയാ സംഭവിക്കുന്നെന്ന് ആർക്കറിയാം? എന്ത് സംഭവിക്കാനടി? ഇവിടുന്ന് പച്ചവെള്ളം കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ വെറുതെ ഈ നമ്പർ ഇറക്കിയതാ ഈ പോയത്. അല്ലാതെ ഇറങ്ങിപ്പോയല്ലേ ചമ്മല അയാൾക്ക്. അതാ കാര്യം. എന്തായാലും ഇതങ്ങ് ഏറ്റു. ആളൊഴിവായല്ലോ. അയാൾ ഈ ജന്മത്ത് ഇങ്ങോട്ട് വരില്ല. എന്താടി നോക്കണത്? വാടി ഇങ്ങോട്ട്. അമ്മേ, ചന്ദ്രത്തേക്കായിരിക്കും അങ്കിള് പോയത്. ആണെങ്കിൽ അവര് കൈകാര്യം ചെയ്തോളും. അതോടെ ഈ ശല്യം തീർന്നു കിട്ടുമല്ലോ. വാടി ഇങ്ങോട്ട്. നന്ദാ, നിന്നെ ബലരാമൻ വിളിച്ചിരുന്നോ? ഇല്ല. എന്താമേ? ഇല്ലെങ്കിൽ വിളിക്കും. എന്നെ വിളിച്ചിരുന്നു. തൊഴിലാളി നേതാക്കളുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നാളെയാ. നീ മീറ്റിംഗിൽ പങ്കെടുക്കണം. ഇവിടുന്ന് രാവിലെ തന്നെ പോകേണ്ടി വരും. അല്ല, അത് ഞാൻ പോയാൽ ശരിയാവോ? അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഇതുവരെ അതിലൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് അങ്ങോട്ട് ചെന്നാ. അതൊന്നും സാരമില്ല. ഇങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. രാവിലെ റെഡി ആയിക്കോണം. അല്ല അമ്മേ, ഞാൻ പോയാ. നീ പ്രത്യേകിച്ച് ഡിസിഷൻസ് ഒന്നും എടുക്കേണ്ടി വരില്ല. തൽക്കാലം ഒരാളായിട്ട് ഇരുന്നാ മാത്രം മതി. ചെയ്യേണ്ടതൊക്കെ ബലരാമൻ നിനക്ക് അപ്പൊ പറഞ്ഞു തരും. എന്തേലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാ മതി. സിദ്ധു ഇല്ലാത്ത അവസരത്തിൽ നിന്റെ പ്രസൻസ് അവിടെ വേണം. അത്രേ ഉള്ളൂ. ഇപ്പഴാ ബലരാമൻ എന്നെ വിളിച്ച് മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞത്. നിനക്ക് നാളെ വേറെ വല്ല പ്രോഗ്രാമും ഉണ്ടോ? പ്രോഗ്രാംസ് ഒന്നുമില്ല. ഉണ്ടെങ്കിൽ മാറ്റിച്ചോളാം. നന്ദാ, മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഗസ്റ്റ് ഹൗസിൽ ഒന്ന് കയറിയിട്ട് പോരണം. അവിടെന്താ? നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് ചെന്നിട്ട് കാലം കുറേയായി. അവിടെ എന്താ നടക്കുന്നതെന്ന് ഇടയ്ക്ക് പോയി നോക്കണ്ടേ? എത്ര ലേറ്റ് ആയാലും അവിടെ കയറാൻ മറക്കണ്ട. കേറിക്കോളാം. എന്നാ കിടന്നോ. രാവിലെ പുറപ്പെടണ്ടേ? മീര ഫ്രീ ആണെങ്കിലേ അവളെ കൂടി കൂട്ടിക്കോ. അവൾക്കൊരു എക്സ്പീരിയൻസ് ആവട്ടെ. ഇനി അങ്ങോട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി വേണമല്ലോ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗൗരി, എന്താ മുരളേട്ടാ? എന്തിനെങ്ങനെ ഉച്ചത്തിൽ വിളിക്കുന്നേ? അയാൾ അവിടെ, ആ മാധവൻ. അയാള് പോയി. എങ്ങോട്ട്? അതറിയില്ല. അമ്മയായിട്ട് ഉടക്കിയ ഇവിടുന്ന് പോയെന്നറിഞ്ഞു. ഞാൻ മേലെഴുവാൻ പോയപ്പോഴാ സംഭവം. നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് തലക്കണത്? എന്താ കാര്യം? ഇവിടെ എന്താ ഉണ്ടായത്? അമ്മയോട് എന്തിനാ അയാൾ ഉടക്കിയത്? അത് പ്രത്യേകിച്ചൊന്നുമില്ല. കുടിയൊഴിപ്പിക്കല് തന്നെ വിഷയം. അതൊന്നുമല്ല. പിന്നെന്താടി? അങ്കിളിന് വൈകിട്ട് ചപ്പാത്തിക്ക് മട്ടൻ കറി വേണമെന്ന് പറഞ്ഞു. മട്ടൻ കറിയൊന്നും അങ്കിള് പറഞ്ഞില്ല. മുട്ടക്കറി എന്നാ പറഞ്ഞത്. അമ്മ വെറുതെ ഇല്ലാത്ത കാര്യം പറയല്ലേ. നീ പൊടി അവിടുന്ന്. ആ മൊശറിന് വെച്ച് ഓമ്പി കൊടുക്കാൻ പറ്റത്തില്ല. മുറുമുറുപ്പ് അവൾക്ക്. അവൾ ഒറ്റരുത്തിയാ തീറ്റം കൊടുത്ത് ഇവിടെ അയാൾക്ക് താവളടിക്കാൻ താരീഫ് ഉണ്ടാക്കണത്. ഇതൊക്കെ ഇവിടെ നടന്ന സംഭവങ്ങളല്ലേ? മുരളേട്ടൻ എന്തിനാ അയാളെ തിരക്കുന്നേ?
വേറെ ഏതെങ്കിലും ഏടാ കൂടെ ഒപ്പിച്ച് കാണും. അമ്മ അയാൾ ഇന്ന് എന്താ കാണിച്ചെന്നറിയോ? എന്താടാ? എല്ലാരും ഉണ്ടല്ലോ. അവളെ എനിക്കുള്ള ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അങ്കിളിന് കറി വെച്ച് തരണേ. താനിന്ന് മണിയപ്പന്റെ കടയിൽ നിന്ന് കാശ് മേടിച്ചോ? ഏത് മണിയപ്പൻ? ചായക്കടക്കാരൻ മണിയപ്പൻ. ആ, ഒരു ചായക്കടക്കാരനോട് കാശ് വാങ്ങിയത് നേരം. എന്തിനാ വാങ്ങിച്ചത്? കാശിന് ചെലവാക്കാൻ അല്ലേ? എനിക്ക് പലവിധ ചെലവുകളൊക്കെ ഉണ്ട്, അതിനൊക്കെ കാശ് വേണ്ടേ? എടാ എത്രയാണ് വാങ്ങിച്ചത്? 500 രൂപ. ഈശ്വര, 500 രൂപയോ? ഒരു ദിവസം ഓട്ടം പോയി അത്രയും കാശ് കിട്ടൂടാ? നോക്കി നിൽക്കാതെ ഒന്ന് പൊട്ടിക്കടാ.